ഐക്യു എന്ന ബ്രാൻഡിൻ്റെ ഐക്യു Z10 ലൈറ്റ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതേ പേരിൽ ഒരു വെർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു വെർഷനല്ല, എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന പുതിയൊരു വെർഷനാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു Z10 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്, പുതിയ വെർഷനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 1800 നിറ്റ്സ് ആണ് വരുന്നത്. അപ്പം ഇന്ത്യൻ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വലിയ ഡിഫറൻസുകളൊക്കെ ഉണ്ട്. ഇന്ത്യൻ വെർഷനിൽ LCD ഡിസ്പ്ലേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇതിൽ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് വരുന്നത് ഏകദേശം 196 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.99 mm ആണ്. പിന്നെ IP68, 69 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഒരു ഗ്രീൻ കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ വേരിയൻറ്റുമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു 4G പ്രോസസ്സറാണ്. അപ്പം 5G സപ്പോർട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇന്ത്യൻ വെർഷനിൽ 5G സപ്പോർട്ടും അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഇത് ഒരു 4G വെർഷനാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 18,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസ്സർ അല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല ഇത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ ഡിസപ്പോയിൻറ്റിംഗ് എന്ന് തന്നെ പറയാവുന്നതാണ്. അതുമാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതും ഇവിടെ മിസ്സിംഗ് ആണ്. മാക്സിമം 4G സപ്പോർട്ടേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടില്ല, അപ്പോൾ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സോണി IMX 582ൻ്റെ സെൻസറാണ്. 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇവിടെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ, പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. അത്ര മികച്ചത് എന്നും പറയാൻ പറ്റില്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAhൻ്റെ ബാറ്ററി വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുമാത്രമല്ല 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന വെർഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ റഷ്യയിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 18,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ ആവറേജ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല. പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് എന്ന് പറയേണ്ടി വരും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഫോൺ എന്നും പറയാൻ പറ്റില്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോഴേ ലോഞ്ച് ചെയ്യുള്ളൂ. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറച്ചൊന്ന് കുറവാണ്. ഇനി അഥവാ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത്രയും കൂടിയ പ്രൈസിങ്ങിലൊന്നും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തോളണം എന്നില്ല. ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ചിലപ്പം ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഐക്യു Z10 ലൈറ്റ് 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.